മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിനായി രാജ്യം കാത്തിരിക്കുകയാണ്. ആദ്യത്തെ സമ്പൂർണ്ണ ബജറ്റ് എന്ന് പറയാം. കാരണം അധികാരമേറ്റ ഉടനെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചിരുന്നു. ആദ്യത്തെ സമ്പൂർണ്ണ ബജറ്റാണിത്. ക്യാബിനറ്റ് പാസാക്കിയ ബജറ്റിന് രാഷ്ട്രപതി അനുമതി നൽകി. 11 മണിക്കാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുന്നത്. പി ബസന്ത് ആദ്യം ഡൽഹിയിൽ നിന്ന് ചേരും. ബസന്ത്, മൂന്നാം സർക്കാരിന്റെ സമ്പൂർണ്ണ ബജറ്റാണ്. സ്വാഭാവികമായും അടുത്ത 5 വർഷത്തേക്കുള്ള ഒരു റോഡ് മാപ്പ് ആ ബജറ്റിൽ പ്രതീക്ഷിക്കാം. കഴിഞ്ഞ ബജറ്റുകളിലൊക്കെ സർക്കാർ എന്തിനാണ് ഊന്നൽ കൊടുക്കുന്നത് എന്നും 2047 എങ്ങനെയാണ് ഇന്ത്യയെ ഒരു വികസിത രാജ്യമാക്കുക എന്നും വിശദീകരിക്കുന്നുണ്ടായിരുന്നു. ഇന്നത്തെ ബജറ്റിന്റെ ത്രസ്റ്റ് എന്തായിരിക്കും? എന്താണ് ലഭ്യമാവുന്ന സൂചന? അഭിലാഷ്, ഈ ബജറ്റിൽ നിന്ന് ഇടത്തരക്കാർക്കും പാവപ്പെട്ടവർക്കും തന്നെയായിരിക്കും ഇത്തവണത്തെ ബജറ്റിൽ കൂടുതൽ ശ്രദ്ധ എന്നുള്ള ഒരു സൂചനയാണുള്ളത്. വരുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് BJPക്ക് നിർണായകമാണ്. അത് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതും കൂടി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ചില പ്രഖ്യാപനങ്ങൾക്ക് തന്നെയാണ് സാധ്യത എന്നുള്ളത് തന്നെയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, വികസിത ഭാരതം എന്ന് പറയുന്ന ഒരു വലിയ ക്യാൻവാസ് നരേന്ദ്രമോദി വരച്ച് കാണിക്കാറുണ്ട് പലപ്പോഴും. കഴിഞ്ഞ ദിവസവും രാഷ്ട്രപതിയുടെ പ്രസംഗത്തിലും വികസിത ഭാരതം തന്നെയായിരുന്നു 2047 കൂടി. സാമ്പത്തിക സർവേ പറഞ്ഞത് 5 കൊല്ലത്തിനുള്ളിൽ ഇന്ത്യ ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറും എന്നൊക്കെയുള്ള വലിയ പ്രഖ്യാപനങ്ങളും പ്രതീക്ഷകളും ഒക്കെ സർക്കാർ പങ്കുവെക്കുമ്പോഴും അവരുടെ അടിസ്ഥാന വോട്ടർ ബേസിലേക്ക് കയറിയുള്ള ചില പ്രഖ്യാപനങ്ങൾക്കുള്ള ഒരു സാധ്യതയാണുള്ളത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അവർ നേരിടുന്നത്, അല്ലെങ്കിൽ ചെറിയ തോതിലെങ്കിലും ഒരു തിരിച്ചടി, ഒരു ബാക്ക്ലാഷ് അവർക്കുള്ളത് ഇടത്തരക്കാരുടെ ഭാഗത്ത് നിന്നാണ്. അത് പ്രത്യേകിച്ചും സാധാരണക്കാരുടെ കയ്യിൽ പണമില്ല എന്നുള്ളൊരു വലിയ വിഷയമുണ്ട്. അത് ചെലവാക്കുന്നതിനുള്ളൊരു പണം അവൻ്റെ കയ്യിൽ എത്തിക്കേണ്ടത് എങ്ങനെ എന്നുള്ള വലിയ ഒരു ചോദ്യത്തിന് മറുപടി ഇന്ന് ധനമന്ത്രി കണ്ടെത്തിയേ കഴിയുകയുള്ളൂ. വ്യവസായങ്ങൾക്കുള്ള പ്രഖ്യാപനം അതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ അവരുടെ പിന്തുണ ഉണ്ട്, അല്ലെങ്കിൽ BJPയുടെ അടിസ്ഥാന പിന്തുണ ഉള്ള ശക്തി എന്ന് പറയുന്ന ഇടത്തരക്കാരുടെയും പാവപ്പെട്ടവർക്കും വേണ്ടി എന്തെല്ലാം ഉണ്ട് എന്നുള്ളതാണ്. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാധ്യമങ്ങളോട് പറഞ്ഞത്, മാധ്യമങ്ങളോട് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞത്, ലക്ഷ്മി ദേവി പാവപ്പെട്ടവർക്കും ഇടത്തരക്കാർക്കും വാരിക്കോരി നൽകട്ടെ എന്നുള്ളൊരു പരാമർശം ഇന്നലെ അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിൽ സമാനമായി ഇടത്തരക്കാരെ ഗ്ലോറിഫൈ ചെയ്യുന്ന, അല്ലെങ്കിൽ അവരാണ് ഇന്ത്യയുടെ വളർച്ചയുടെ ശക്തി എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചില സൂചനകളാണ്. അല്ലെങ്കിൽ വരാൻ പോകുന്ന ബജറ്റ് ഇത്തരത്തിൽ ചില പ്രതീക്ഷകൾക്ക് വഴിയുണ്ട്, അല്ലെങ്കിൽ സാധ്യതയുണ്ട് എന്നുള്ള ചില സൂചനകൾ നൽകുന്നു. അപ്പോൾ അവിടെ എന്താണ് വരേണ്ടത്? അതിൽ അടിസ്ഥാനപരമായി ഇടത്തരക്കാരുടെ കാര്യം വരികയാണെങ്കിൽ അതിൽ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അതായത് സാലറി ക്ലാസിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുന്നു ഈ സർക്കാരിന് എന്നുള്ളതാണ്. വലിയ തോതിലുള്ള ആവശ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷന്റെ കാര്യങ്ങളിലുണ്ട്. നിലവിൽ 2 ഘടനയാണുള്ളത്. അപ്പോൾ ഇതിൽ ചില സൂചനകൾ വരുന്നത് ഈ ഘടനകൾ സംയോജിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ഒരു നികുതി ഘടനാ സംവിധാനത്തിനുള്ള ഒരു സാധ്യതയുണ്ട്. സ്ലാബുകൾ പുനഃപരിശോധിക്കുന്ന ഒരു സാധ്യതയുണ്ട് എന്നാണ്. അതായത് ഇടത്തരക്കാരുടെ കയ്യിൽ, സാധാരണക്കാരുടെ കയ്യിൽ പണം എത്തിക്കുക എങ്ങനെ കഴിയും എന്നുള്ളതിൻ്റെ ഒരു വലിയ പരീക്ഷണത്തിന് സർക്കാർ തയ്യാറായേക്കുമോ എന്നുള്ളതാണ്. പിന്നീടുള്ളത് പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങളാണ്. അത് ഏതെല്ലാം മേഖലകളിൽ വേണമെന്നുള്ളതാണ്. കാർഷിക മേഖലയിലായിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട മേഖലയിലായിരിക്കാം, ഗ്രാമീണ മേഖലകളിലെ വികസനവുമായി ബന്ധപ്പെട്ടായിരിക്കാം, തൊഴിലുറപ്പ് പദ്ധതിക്ക് കൂടുതൽ പണം കൈമാറ്റം വെച്ചുകൊണ്ടുള്ളതായിരിക്കാം. മറ്റൊന്ന് സ്വാഭാവികമായിട്ടും കേരളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കേരളത്തിൻ്റെ വലിയ ആവശ്യങ്ങൾ, നിരവധി വർഷങ്ങളായി നിലനിൽക്കുന്ന ആവശ്യങ്ങൾക്ക് പുറമെ ഇപ്പോൾ വയനാടുമായി ബന്ധപ്പെട്ട വിഷയം, അതിനുവേണ്ടി പണം നീക്കിവെക്കാൻ സർക്കാർ തയ്യാറാകുമോ എന്നുള്ളതാണ്. കഴിഞ്ഞ ബജറ്റ്, അതായത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആദ്യത്തെ ബജറ്റ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. അത് നേരത്തെ വോട്ട് ഓൺ അക്കൗണ്ടിന് പകരം വന്ന ഒരു ബജറ്റാണ്. ആ ബജറ്റിൽ ബീഹാറിനും ആന്ധ്രാപ്രദേശിനും ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു. പ്രത്യേക പാക്കേജ് വന്നു. അതോടൊപ്പം തന്നെ ബീഹാറിൽ, ആന്ധ്രാപ്രദേശിൽ അമരാവതിയുടെ വികസനവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ വന്നു. സമാനമായി വയനാടിന് വേണ്ടി എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ളത് അതൊരു മന്ത്രിതല സമിതി പരിശോധിക്കുന്ന ഒരു വിഷയമാണ്. എന്നാലും എന്തെങ്കിലും പ്രതീക്ഷകൾ നമുക്ക് കയ്യിൽ ലഭിക്കുമോ എന്നുള്ളതാണ്.